നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിഞ്ഞു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്തും കുറവ് ആലത്തൂരിലുമാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സ്ഥാനാർത്ഥികൾക്ക് ഉള്ള ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി നാമനിർദ്ദേശ പത്രിക നൽകിയ സ്ഥാനാർത്ഥികൾ ആകെ 290. സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രികകൾ തള്ളിയിരുന്നു. 10 പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി മത്സരരംഗത്തുള്ളത് 194 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്ത് 14 പേരാണ് കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് കളത്തിൽ. കോഴിക്കോട് 13 പേരും കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ 12 സ്ഥാനാർത്ഥികൾ വീതവും മത്സരരംഗത്തുണ്ട്. കാസർഗോഡ് 9, വടകര 10, വയനാട് 9, മലപ്പുറം, പൊന്നാനി 8 വീതം, പാലക്കാട് 10, തൃശൂർ 9, ചാലക്കുടി 11, എറണാകുളം 10, ഇടുക്കി 7, ആലപ്പുഴ 11, മാവേലിക്കര 9, പത്തനംതിട്ട 8, ആറ്റിങ്ങൽ 7 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. 14 മണ്ഡലങ്ങളിലായി 25 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കോട്ടയം, മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തില്ല. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ വരണാധികാരികൾ ഓരോരുത്തർക്കുമുള്ള ചിഹ്നം അനുവദിച്ചു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. 24 തെരഞ്ഞെടുപ്പ് സർവേയുടെ രണ്ടാം ഭാഗം ഇന്ന് രാത്രി 7 മണി മുതൽ തത്സമയം കാണാം. കേരളത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ റമദാൻ വിഷുചന്തകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ല. ഇത്തവണ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകേണ്ട കാര്യം ഇല്ലാതാക്കിയെന്ന് മന്ത്രി VN വാസവൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി കോടതി നാളെ പരിഗണിക്കും. പാനൂർ സ്ഫോടനത്തിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകന് സംരക്ഷണം തീർത്ത CPIM. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണെന്ന് MV ഗോവിന്ദൻ ന്യായീകരിച്ചു. CPIMന് ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാനൂർ സ്ഫോടനക്കേസ് NIA അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പാനൂർ സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തിയതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു എന്താ പ്രശ്നം. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുക. സ്ഫോടനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ നാട്ടില് ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ട്. കേസ് NIA അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ബോംബ് ഉണ്ടാക്കിയത് CPM, ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് CPM-കാരൻ, പരിക്കേറ്റത് CPM-കാരൻ, ആശുപത്രിയിൽ കൊണ്ടുപോയത് CPM-കാര്, മരിച്ചവരുടെ ശവസംസ്കാരത്തിന് പോയത് CPM നേതാക്കൾ. പിന്നെ ഇതിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയാണ് ഞങ്ങൾക്കൊരു ബന്ധമില്ല. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ബോംബ് നിർമ്മിച്ചവരെ പാർട്ടി മുൻപേ തള്ളിക്കളഞ്ഞവരായിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. പാനൂർ സ്ഫോടനക്കേസിലെ പ്രതികളുമായി ബന്ധമില്ലെന്ന CPIM വാദം പൊളിയുന്നു. മുഖ്യപ്രതിയടക്കം 4 പേർ ഡിവൈഎഫ്ഐ ഭാരവാഹികളാണ്. തെറ്റുകാരെന്ന് വ്യക്തമായാൽ സംരക്ഷിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. അതേസമയം ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് പ്രതികളുടെ മൊഴി. പാനൂർ സ്ഫോടനക്കേസിൽ ഇതുവരെ അറസ്റ്റിലായ 6 പേരിൽ 3 പേരും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ. മീത്തല കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, കടുങ്ങാപ്പൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സായൂജ്, മീത്തല കുന്നോത്തുപറമ്പ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അതുൽ എന്നിവർക്കാണ് ഡിവൈഎഫ്ഐ ഭാരവാഹിത്വമുള്ളത്. മേഖലയിലെ CPIM റെഡ് വാളണ്ടിയർ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അമൽ ബാബു. ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് പോലീസ് സംശയിക്കുന്ന ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇയാളെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജും സ്ഥിരീകരിക്കുന്നു.
തെറ്റുകാരെന്ന് തെളിഞ്ഞാൽ സംഘടന സംരക്ഷിക്കില്ലെന്നും വി കെ സനോജ്. ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ധാരാളം ആളുകൾ അവിടെ എത്തി. ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ പ്രാദേശികമായ ചില നേതൃനിലയിൽപ്പെട്ട ആളുകളും എത്തിയിട്ടുണ്ട്. 2 ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയുടെ ഭാഗമായാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷാണ് മൂളിയത്തോട് സംഘത്തെ നയിച്ചത്. 2ാം ഗ്യാങ്ങിന്റെ തലവൻ ദേവാനന്ദിനെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ നൽകിയിട്ടുണ്ട്. 24 കണ്ണൂർ. കോട്ടയത്ത് നാടകീയ നീക്കങ്ങളുമായി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പാലായിലെ ജോസഫ് ഗ്രൂപ്പ് ഓഫീസിൽ നിന്ന് KM മാണിയുടെ ചിത്രം എടുത്തുകൊണ്ടുപോയി. കേരള കോൺഗ്രസ് എം ചർച്ച നടത്തിയെന്ന് 24നോട് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു സജി മഞ്ഞക്കടമ്പലിന്റെ നീക്കം. BJP അടക്കമുള്ള പാർട്ടികൾ തന്നെ ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. UDFിനെ പ്രതിരോധത്തിൽ ആക്കില്ലെന്ന് നേതാക്കൾ പറയുമ്പോഴും സജി മഞ്ഞക്കടമ്പിൽ നടത്തുന്ന നീക്കങ്ങൾ UDFിന് തലവേദനയാവുകയാണ്. രാജിക്ക് പിന്നാലെ പാലായിലെ കേരള കോൺഗ്രസ് പാർട്ടി ഓഫീസിലെത്തിയ സജി KM മാണിയുടെ ചിത്രം എടുത്തുകൊണ്ടുപോയി. KM മാണിയുടെ ചരമദിനത്തിൽ പ്രാർത്ഥിക്കാൻ ചിത്രം വേണമെന്ന് പറഞ്ഞായിരുന്നു സജി ജോസഫ് വിഭാഗത്തിന്റെ ഓഫീസിൽ കയറിയത്. UDFിലേക്ക് ഇനി ഇല്ല എന്ന് ആവർത്തിച്ച സജി മോൻസിനെതിരെയും ഇന്നും ആരോപണങ്ങൾ ഉന്നയിച്ചു. ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഞാൻ സ്ഥാനാർത്ഥിക്കൊപ്പം ലൈവായി ഇറങ്ങി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി കൂടെ നിന്നപ്പോൾ അത് മോൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതുന്നു. ഏതായാലും പിന്നെ ഒരാഴ്ചയായപ്പോൾ എന്നെ ഫ്രാൻസിസ് ജോർജ് അന്വേഷിക്കാനോ വിളിക്കാനോ ശ്രമിച്ചില്ല. രാഷ്ട്രീയ ഭാവി എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും മാതൃസംഘടനയുമായി ചർച്ച നടത്തിയ കാര്യം തുറന്നു പറഞ്ഞ് സജി മഞ്ഞക്കടമ്പിൽ. ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അറിയാം, വീറോടുകൂടി പ്രവർത്തിച്ച ആളാണ്. അപ്പം ഞാനൊക്കെ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ പോയത്. അപ്പോൾ തിരിച്ചു വന്നാൽ വരട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്ക് നമ്മുടെ സഹപ്രവർത്തകരോട് ആലോചിച്ച് എനിക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. സജിയെ തിരികെ വിളിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് UDF നേതൃത്വം. അനുനയ ചർച്ചകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു. 2 ദിവസത്തിനുള്ളിൽ ആർക്കു വോട്ട് ചെയ്യുമെന്ന് പറയുമെന്ന് സജി വ്യക്തമാക്കി. 24 കോട്ടയം. തൃശൂരിലെ CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ 99% രഹസ്യമായവയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂരിന് സമാനമായി കേരളത്തിലെ 12 ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടന്നു എന്നാണ് കണ്ടെത്തൽ. ഈ ബാങ്കുകളുടെ പട്ടിക ED ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിന്റെ വിവരങ്ങൾ 24ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിൽ മാത്രം CPIMന് 81ലധികം അക്കൗണ്ടുകളുണ്ട്. ഇതിൽ 99% വെളിപ്പെടുത്താത്തവയാണെന്ന് ED. തൃശൂരിൽ 90ലധികം ഇടങ്ങളിൽ പാർട്ടിക്ക് വസ്തുവകകളുണ്ട്. ഈ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കലും നിയന്ത്രിക്കുന്നത് CPIMന്റെ രാഷ്ട്രീയ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയുമാണെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. അതിനായി പ്രത്യേക മിനിറ്റ് ബുക്ക് സൂക്ഷിച്ചിരുന്നു. CPIMലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃത വായ്പ അനുവദിച്ചതായും അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും ED നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ മറ്റു 12 ബാങ്കുകളിൽ കൂടി കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നു. ഈ ബാങ്കുകളുടെ പട്ടിക ഉൾപ്പെടെ ചേർത്താണ് കത്ത്. CPIMന്റെ വെളിപ്പെടുത്താത്തതായി ED കണ്ടെത്തിയ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടിക്കാണ് നീക്കം. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPIMന്റെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചിലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ EDയും ആദായനികുതി വകുപ്പും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ED വീണ്ടും ചോദ്യം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് വർഗീസ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം CPIM ആരംഭിച്ചു. പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട്. EDക്ക് പിന്നാലെ പാർട്ടി അക്കൗണ്ടുകളിൽ മേൽ ആദായനികുതി വകുപ്പും പിടിമുറുക്കുകയാണ്. ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ ആദായനികുതി വകുപ്പ് പരിശോധിക്കും.
വീഴ്ച കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് തന്നെയാണ് സാധ്യത. വിനീത VG 24 കൊച്ചി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിനെതിരായ ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ആദായ നികുതി വകുപ്പിന്റേത് ക്രമവിരുദ്ധവും അപലപനീയവുമായ നടപടിയെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. LDFനെതിരെയുള്ള മോദി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിതമായ ആസൂത്രിത നീക്കമാണ് നടപടിക്ക് പിന്നിൽ എന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് സുപ്രീം കോടതി നൽകിയ ഉറപ്പിന് വിരുദ്ധമായാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടിയെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഉത്തരവ് നിർത്തിവെക്കാൻ ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകണമെന്നാണ് കത്തിൽ CPIM ആവശ്യപ്പെടുന്നത്. വിവാദ ചിത്രം ദ കേരള സ്റ്റോറി വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. ബോധവൽക്കരണത്തിന്റെ ഭാഗം എന്നാണ് വിശദീകരണം. സിനിമ ആര് പ്രദർശിപ്പിച്ചാലും അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹം അംഗീകരിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. വിവാദമായ ദ കേരള സ്റ്റോറിക്കെതിരെ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം രംഗത്ത് വരുന്നതിനിടെയാണ് ചിത്രം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത്. 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു പ്രദർശനം. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ സിനിമ കാണിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം. ഈ പ്രണയക്കുരുക്കിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ വീണു പോകരുത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ട്. അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് ഇടുക്കി രൂപതയുടെ നിലപാട്. ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു ധ്വനി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇടുക്കി രൂപതയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കേരളത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവങ്ങളാണ് സിനിമയിലുള്ളതെന്നും കേരളത്തെ അപമാനിക്കുന്നതാണ് സിനിമയുടെ പ്രമേയമെന്നും VD സതീശൻ. അതൊരു തെറ്റായ സമീപനമാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ശരിയായ കഥയല്ല. അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. സിനിമയുടെ പ്രദർശനം ക്രൈസ്തവ സമൂഹം അത് അംഗീകരിച്ചതിന്റെ തെളിവാണെന്ന് K സുരേന്ദ്രൻ. ജനങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അത്. UDFും LDFും എത്രമാത്രം ബഹളം വെച്ചിട്ടും ക്രൈസ്തവ സമൂഹം അടക്കം ആ സിനിമയെ അംഗീകരിച്ചു. ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതും വിവാദമായിരുന്നു. സംസ്ഥാനത്തെയും ഒരു പ്രത്യേക വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്നുവെന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള ആക്ഷേപം. 24 ഇടുക്കി. ഇപ്പോൾ ഒരു വാർത്ത ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് എരുമയൂരിൽ ഇന്ന് 44.7 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയത് എന്നാണ് ശ്യാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് നിന്ന്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI FIR സമർപ്പിച്ചു. കൽപ്പറ്റ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് FIR. കേസിൽ 20-ലേറെ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗ് നാളെ പൂക്കോട് ക്യാമ്പസിൽ തുടങ്ങും. ഇന്നുച്ചയോടെയാണ് CBI ഉദ്യോഗസ്ഥർ കൽപ്പറ്റ കോടതിയിലെത്തി FIR സമർപ്പിച്ചത്. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 20 പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത FIRൽ പരാമർശിക്കുന്നുണ്ട്. നാളെ മുതൽ കൽപ്പറ്റ ഓഫീസിൽ മൊഴിയെടുക്കൽ തുടങ്ങും. സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളോട് മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം CBI സംഘം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഹോസ്റ്റൽ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് നാളെ മുതൽ തുടങ്ങും. പൂക്കോട് ക്യാമ്പസിൽ 4 ദിവസം ക്യാമ്പ് ചെയ്താണ് സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഉണ്ടാവുക. അധ്യാപകർ, അനധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരിൽ നിന്ന് സംഘം മൊഴി രേഖപ്പെടുത്തും. 24 വയനാട്. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നാടകീയ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ്. കേന്ദ്ര ഏജൻസി തലവന്മാരെ ഉടൻ മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഡെറിക് ഒബ്രിയൻ അടക്കമുള്ള തൃണമൂൽ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈസ്റ്റ് മിഡ്നാപൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ NIA നടപടിയുടെ പശ്ചാത്തലത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നാടകീയ പ്രതിഷേധം. ക്രമസമാധാനം സംസ്ഥാന വിഷയമാണെന്നിരിക്കെ പോലീസിനെ പോലും അറിയിക്കാതെയാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് തേരോട്ടം നടത്തുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. The basic structure of our constitution demands a level playing field during elections, and that is what in the general elections of 2024 is in grave danger. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയ തൃണമൂൽ നേതാക്കൾ കമ്മീഷൻ ആസ്ഥാനത്തിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കേന്ദ്ര ഏജൻസികളുടെ തലവന്മാരെ ഉടൻ മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നീക്കം ചെയ്യാൻ പോലീസ് എത്തിയതോടെ സംഘർഷമുണ്ടായി. സഗരിക ഘോഷ്, ദോള സെൻ തുടങ്ങിയ വനിതാ MP മാർ അടക്കമുള്ള തൃണമൂൽ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.
ഹൈറിച്ച് തട്ടിപ്പ് കേസ് സിബിഐക്ക് വിട്ട് സർക്കാർ ഉത്തരവ്. ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന കേസാണ് സിബിഐക്ക് കൈമാറിയത്. പ്രൊഫോമ റിപ്പോർട്ടടക്കം നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിലെത്തിക്കാൻ ഡിവൈഎസ്പി നിയോഗിച്ചു. കേസ് അട്ടിമറിക്കാൻ നിക്ഷേപകരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങി കോടതിയിൽ ഹാജരാക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതിനിടെയാണ് സർക്കാരിന്റെ നടപടി. ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത തൃശൂർ കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ് സിബിഐക്ക് കൈമാറുന്നത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി അന്വേഷണം നടന്നുവരികയാണ്. അതീവ രഹസ്യമായിട്ടായിരുന്നു കേസ് സിബിഐക്ക് കൈമാറാനുള്ള സർക്കാർ നടപടി. പ്രൊഫോമ റിപ്പോർട്ടടക്കം നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിൽ എത്തിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനായി എക്കണോമിക്സ് ഒഫൻസ് വിംഗിലെ ഡിവൈഎസ്പിയെ നിയോഗിച്ചു. അടിയന്തരമായി വിമാനമാർഗം രേഖകൾ ഡൽഹിയിലെത്തിക്കാനാണ് ഉത്തരവ്. ചേർപ്പിലേത് ദുർബലമായ കേസാണെന്ന ആരോപണം ഉയർന്നിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നിക്ഷേപകരിൽ നിന്നും പരാതിയില്ലെന്ന സത്യവാങ്മൂലം വാങ്ങി കോടതിയിൽ ഹാജരാക്കാൻ തിരക്കിട്ട ശ്രമം ആരംഭിച്ചു. പോലീസ് കേസ് ഇല്ലാതായാൽ ഇഡി അന്വേഷണത്തിനും തടയിടാം. ഒപ്പം ഒരു കേസ് കോടതിയിൽ തള്ളിയാൽ കമ്പനിയുടെ തിരിച്ചുവരവിനും അത് ഊർജ്ജമാകും. ചേർപ്പ് കേസിലെ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ചെന്ന് ഹൈറിച്ച് സംഘത്തിന്റെ ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഹൈറിച്ച് ഉടമകൾ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി 3141 കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന അന്വേഷണ സംഘം. മരണത്തിൽ മറ്റൊരാളുടെ ഇടപെടലിന് തെളിവില്ല എന്നാണ് വിലയിരുത്തൽ. കടുത്ത അന്ധവിശ്വാസം പിന്തുടർന്നത് നവീനാണെന്നാണ് പോലീസ് നിഗമനം. പിന്നീട് ദേവിയും ആര്യയും ഇയാൾ പറയുന്നത് വിശ്വസിക്കുകയായിരുന്നു. മറ്റു ഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന ആളായിരുന്നു ആര്യ. ഇതാകാം നവീനിന് സഹായകരമായതെന്നും പോലീസ് കരുതുന്നു. 7 വർഷമായി നവീൻ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായി. ലോകത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നും എല്ലാവരും മരിക്കുമെന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്താൽ രക്ഷപ്പെട്ട് അന്യഗ്രഹത്തിലെത്താമെന്നും ഇവർ വിശ്വസിച്ചിരുന്നുവെന്ന് പോലീസിന് ലഭിച്ച തെളിവുകളിലുണ്ട്. ചാറ്റുകളുടെ രൂപത്തിലാണ് ഇത് ലഭിച്ചിരുന്നത്. മറ്റാരുടെയും ഇടപെടലിന് നിലവിൽ തെളിവില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. അതേസമയം ആര്യയുമായി ബന്ധപ്പെട്ട മെയിലുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ ഗൂഗിൾ അന്വേഷണ സംഘത്തിന് കൈമാറും. 24 തിരുവനന്തപുരം. പാലക്കാട് എരുമയൂരിൽ ഇന്ന് 44.7 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്കാണ് റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, വിശദാംശങ്ങൾ. ഉന്മേഷേ, പാലക്കാട് ജില്ലയിൽ ചൂട് കുതിച്ചുയരുകയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ റഡാറുകളിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെ ലഭ്യമാകുന്നത്. ഇന്ന് എരുമയൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിലാണ് 45 ഡിഗ്രിക്ക് അടുത്ത് ചൂട് രേഖപ്പെടുത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള മീങ്കരയിൽ 45 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. റെക്കോർഡ് ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അനുഭവപ്പെടുന്ന ചൂടിലേക്ക് വരുമ്പോൾ അതിനും മുകളിലേക്ക് പോകുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ഏകദേശം 4 മണി വരെയുള്ള സമയങ്ങളിൽ 40 മുകളിൽ ചൂടാണ് പാലക്കാട് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത്. അതിനിടയിലാണ് ഇന്ന് റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉന്മേഷ്. എസ് ശ്യാംകുമാർ, പാലക്കാട്. ആലപ്പുഴ പള്ളിപ്പുറത്ത് CPM പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായ 2 BJP പ്രവർത്തകർക്ക് 18 വർഷം തടവ് ശിക്ഷ. വാലയിടത്ത് പ്രജേഷ്, അഖിൽ എന്നിവരെയാണ് ചേർത്തല കോടതി ശിക്ഷിച്ചത്. 2017 ഇൻഫോ പാർക്കിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ. 2017 ചേർത്തല ഇൻഫോ പാർക്കിന് സമീപത്ത് വെച്ച് ഉണ്ടായ സംഭവം വലിയ രീതിയിൽ അന്ന് രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ആ സംഭവത്തിലാണ് കേസിൽ വിചാരണ പൂർത്തിയായ നിലവിൽ പ്രതികളായ 2 BJP പ്രവർത്തകർക്ക് ചേർത്തല കോടതിയാണ് നിലവിൽ 18 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പള്ളിപ്പുറം വാലയത്തെ വെള്ളി, പ്രജേഷ്, അഖിൽ എന്നിവരെയാണ് ചേർത്തല കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ പ്രതികളെ നേരത്തെ ജാമ്യത്തിലായിരുന്നു. ഇവർക്ക് ജാമ്യം റദ്ദാക്കണമെന്നടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവരുടെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ ഈ വിചാരണയ്ക്ക് ശേഷമാണ് നിലവിൽ ഇന്ന് കോടതി ഇവരെ 18 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളത്. ഉന്മേഷ്. ശരി, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ച ഹൈക്കോടതി. പുനർനിയമനം നൽകിയ ഉത്തരവ് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ ഇളവിനുള്ള സാധ്യത പരിശോധിക്കുന്നതായി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യങ്ങൾ ധരിപ്പിച്ചെന്നും ഒമാൻ അംബാസിഡറുമായി സംസാരിച്ചെന്നും സുരേഷ് ഗോപി. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. അർഹതപ്പെട്ടവർക്ക് 3200 രൂപ വീതം അക്കൗണ്ടിലെത്തും. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്
പുണ്യങ്ങളുടെ പൂക്കാലം. സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം. സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ ആക്രമണം ഘടിപ്പിച്ച ആം ആദ്മി പാർട്ടി രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി നടത്തിയ പാർട്ടി ബി.ജെ.പി എന്ന് ആം ആദ്മി എം പി സഞ്ജയ് സിംഗ് ആരോപിച്ചു. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി എം.എൽ.എ. ദുർഗേഷ് പഥക്കിനെതിരായ ഇ.ഡി. നടപടി എം.സി.ഡി. ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് പാർട്ടി ആരോപിച്ചു. ഇലക്ട്രൽ ബോണ്ടുകളുടെ പേരിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ബി.ജെ.പി ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ബി.ജെ.പിക്ക് കോടികൾ സംഭാവന നൽകിയ കമ്പനികളുടെ പേരുകൾ നിരത്തിയ സഞ്ജയ് സിംഗ് ഒരു രൂപ പോലും ലാഭമുണ്ടാക്കാത്ത, നികുതി അടയ്ക്കാത്ത കമ്പനികൾ ബി.ജെ.പിക്ക് കോടികൾ എങ്ങനെ നൽകിയെന്ന് ചോദിച്ചു. पर्दे के पीछे देश की जनता से छिपाकर हजारों लाखों करोड़ का भ्रष्टाचार देश की मोदी सरकार ने किया है, भारतीय जनता पार्टी की सरकार ने किया है. इसका खुलासा आपके सामने करना चाहता हूँ. ബി.ജെ.പി അഴിമതിയെക്കുറിച്ച് പറയുന്നത് ഒസാമ ബിൻ ലാദൻ അഹിംസയെക്കുറിച്ച് പറയുന്നത് പോലെയെന്ന് സഞ്ജയ് സിംഗ് പരിഹസിച്ചു. ബി.ജെ.പിയുടെ അഴിമതിയിൽ കേന്ദ്ര ഏജൻസികൾ മൗനം പാലിക്കുന്നുവെന്നും ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇ.ഡി. അന്വേഷിക്കണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ കേജ്രിവാൾ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റ് മുഖ്യ വിഷയമാക്കി പ്രചരണം നടത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. മദ്യനയ അഴിമതി കേസിൽ ഇ.ഡി. നടപടി കടുപ്പിക്കുകയാണ്. കേസിൽ സമൻസ് ലഭിച്ച ആം ആദ്മി എം.എൽ.എ. ദുർഗേഷ് പഥക് ചോദ്യം ചെയ്യലിന് ഹാജരായി. 50 കൗൺസിലർമാരെ ബി.ജെ.പിയിലെത്തിച്ചാൽ അറസ്റ്റ് ഒഴിവാക്കാമെന്ന് ബി.ജെ.പി വാഗ്ദാനം ചെയ്തിരുന്നതായും അത് നിരസിച്ചതോടെയാണ് ചോദ്യം ചെയ്യലെന്നും ആം ആദ്മി ആരോപിച്ചു. 24 ഡൽഹി. ജീവനക്കാർക്ക് ശമ്പളം കുടിശ്ശികയായതോടെ പാലക്കാട് ലക്കിടി കുഞ്ചൻ സ്മാരകത്തിലെ വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷ തൃശങ്കുവിൽ 15 മാസത്തെ ശമ്പളം മുടങ്ങിയതോടെ കൂട്ട അവധിയെടുത്ത ജീവനക്കാരും അധ്യാപകരും തിരികെ ജോലിയിൽ കയറിയിട്ടില്ല. കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് പരീക്ഷയെ ബാധിക്കാതിരിക്കാൻ സ്മാരകം ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2.5 മാസമായി പാലക്കാട്ടെ ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൽ ചുവടുകൾ നിലച്ചിട്ട്. വേതനം മുടങ്ങിയ സാഹചര്യം നേരത്തെ പലകുറി ഉണ്ടായിട്ടുണ്ടെങ്കിലും ചരിത്രത്തിലാദ്യമായാണ് സ്മാരകം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. 15 മാസത്തെ വേതന കുടിശ്ശികയാണ് അധ്യാപകർക്ക് ലഭിക്കാനുള്ളത്. ഓഫീസ് ജീവനക്കാർക്കും ശമ്പളം കയ്യിലേക്ക് എത്തിയിട്ട് മാസങ്ങൾ. അടുത്ത ആശങ്കയിലാണ് അവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. വർഷാവസാനത്തിൽ നടത്തേണ്ട പരീക്ഷ എന്ന് നടക്കപ്പെടും എന്നതിന് കൃത്യമായ ഒരു രൂപരേഖ ഇതുവരെ നൽകാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായി ക്ലാസുകൾ മുടങ്ങിയതോടെ വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷയും അരങ്ങേറ്റവും പ്രതിസന്ധിയിലാണ്. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ലഭിക്കുന്ന പ്രമാണപത്രവും ഇത്തവണ ലഭിച്ചേക്കില്ലെന്നാണ് വിവരം. 3 വർഷം കഴിഞ്ഞു കോഴ്സ് 3 വർഷമാണ്. ആ 3 വർഷം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 5ാമത്തെ വർഷത്തിലേക്കാണ് കിടക്കുന്നത്. ഇനിയും എക്സാംസ് എന്താകുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അധികാരികളോട്. അവര് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും യാതൊരു വിവരവും അതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിൽ ജീവനക്കാർ കൂട്ടവധിയിൽ പോയതിനെ തുടർന്ന് വകുപ്പ് മന്ത്രി ഇടപെട്ട് 1 മാസത്തെ ശമ്പളം നൽകിയിരുന്നു. കുടിശ്ശിക വേഗത്തിൽ നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് സ്മാരകം സെക്രട്ടറി അറിയിച്ചു. വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കലാമണ്ഡലവുമായി സംസാരിച്ച് പരിഹരിക്കാനാണ് ശ്രമം. 24 പാലക്കാട്.